സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. മറ്റിടങ്ങളിലും ഇടുക്കിയിൽ തുടക്കം മുതൽ ഡീൻ കുര്യാക്കോസ് നല്ല ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. കൊല്ലത്ത് പ്രേമചന്ദ്രൻ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എറണാകുളത്തും അതുപോലെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് വടകരയാണ്. വടകര പൊരിഞ്ഞ പോരാട്ടം നടന്ന ഒരു സീറ്റാണ്. അവിടെ ഷാഫി ഇപ്പോൾ 10,000-ൽ പുറത്ത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 13,000-ൽ പുറത്ത് വോട്ടുകൾക്ക് മുന്നിലാണ്. ഇതൊരു ട്രെൻഡാണ്. കേരളത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചതുപോലെ LDF ഇപ്പോൾ നിലവിൽ ഒരു സീറ്റിൽ ആലത്തൂർ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. എന്താണ് കേരളത്തിലെ സ്ഥിതി? 2 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ സയൻസ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളീയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗം പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാർവിൻ്റെ പരിണാമത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ചാൽ, UDF ആണോ LDF ആണോ, ഇവർക്ക് രണ്ടുപേർക്കും വരുന്ന പരിണാമങ്ങൾക്കിടയിൽ BJP ആണോ? ഈ കെട്ട് പിണച്ചിലിനിടയിൽ നിൽക്കുമ്പോൾ സങ്കീർണമായ ഈ മണിക്കൂറിലെ വിശകലനങ്ങൾക്ക് അന്തിമ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റൂ. എക്സിറ്റ് പോളുകൾ ഒരു സ്ഥലത്ത് 48 മണിക്കൂറത്തെ ഉത്സാഹം, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറത്തെ ഉത്സാഹം, 2 പക്ഷത്തെയും വല്ലാതെ അലോരസപ്പെടുത്തുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവ് ലോകത്തിന് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. മനസാക്ഷി തുറക്കുന്നത് വരെ വിധിക്ക് അന്ത്യം കൽപ്പിക്കുന്ന കോടതികളിലെ പോലെ ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയാകുന്ന വരെ വളരെയേറെ ആകാംക്ഷയോടെ ഇന്ത്യ കാത്തിരിക്കുന്നത് നമ്മളുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. പക്ഷേ ആർക്കും ആഹ്ലാദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെ ആ സങ്കീർണത നമ്മളെ വല്ലാതെ എല്ലാവരെയും അലോരസപ്പെടുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്തവർക്കും പക്ഷം പിടിച്ചവർക്കും കൂടെ നിന്നവർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒരു മിനിറ്റ് ചാടിയാൽ അടുത്ത മിനിറ്റ് കൈകുത്തിയിരിക്കുന്ന അവസ്ഥയിലോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഇത് വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞ മണ്ഡലങ്ങൾ ഒഴികെ കേരളം ഇപ്പോൾ മലപ്പുറം 46,000 ഒക്കെ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെയാണല്ലോ. ബാക്കി മണ്ഡലങ്ങളിലൊക്കെ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച കേരളത്തിലെ ഈ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ചെറിയ മാർജിനിൽ ഭൂരിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ തോന്നുന്നൊരു ടോപ്പിക്ക് BJP ആണ് ചർച്ചയിൽ. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ താമര വിരിയില്ല. കേരളത്തിൽ താമര വിരിയും. പല പക്ഷമുണ്ടെങ്കിലും BJPക്ക് ഇവിടുത്തെ സീറ്റിനെക്കാട്ടും പ്രധാനം BJPയുടെ വോട്ട് ഷെയർ കാണിക്കുന്ന വ്യത്യാസം വളരെ പ്രകടമാണ്. എക്സിറ്റ് പോളുകളിലും ഇപ്പോഴത്തെ കൗണ്ടിങ് ടെൻഡൻസിയിലും പല സ്ഥലത്തും BJP മറ്റുള്ളവരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക കൂടിയാവുന്നുണ്ട്. ഒരു പരിധിവരെ UDFൻ്റെ വിജയം NDAയുടെ കേരളത്തിലെ വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതുപോലെ തന്നെ LDFന് വളരെ മേൽക്കോയ്മയുള്ള ഇടങ്ങളിൽ പോലും UDFനെ തടഞ്ഞു നിർത്തുന്നതും NDAയുടെ ഈ തേരോട്ടമാണ്. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ NDAക്ക് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് കേരള ഘടകത്തിന് പോലും അറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയവുമാണ്. അതും നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പൊതുവിൽ ഞാൻ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ മനോഹരിതയാണ്. സുരേഷ് ഗോപിയുടെ സിനിമകളിലെ പോലെ തന്നെ വളരെ ഉദ്വേഗജനകമായിട്ട് തൃശ്ശൂരും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം പോകുന്നുണ്ടെങ്കിലും UDFന് ഒരു മേൽക്കോയ്മ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുള്ളത് ഒരു സത്യവും കൂടിയാണ്. ഇനി ആലപ്പുഴത്തെ റിസൾട്ട് ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ കയറി ഇരുന്നതായിട്ട് കേട്ടു, വേണുഗോപാൽ അത് തിരിച്ചു പിടിച്ചതായിട്ട് കേട്ടു. ഇതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ സംഭവയോഗ്യമാണെന്ന് ആവേശം കൊണ്ട് പലതും പറയുമെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ പോകാനാണ് ചാൻസ് കൂടുതൽ. എന്ത് തോന്നുന്നു ജോണിന്? അതെ, നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തുടക്കത്തിൽ നമ്മൾ കണ്ട പോലെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ ഇങ്ങനെ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബലാബലം ഇന്ത്യ സഖ്യവും NDAയും
ബലാബലം നിൽക്കുന്നത് നമ്മളൊരു ഘട്ടത്തിൽ കണ്ടു. പിന്നീട് ഇപ്പോൾ കയറിയിട്ടുണ്ട്, 310 NDA ലീഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു പോക്കിലൂടെയാണ് BJP കടന്നു പോകുന്നത് ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ എന്നുള്ളത് ആണ്. എന്നിരുന്നാൽ പോലും ഒരു 10-30 സീറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് എക്സിറ്റ് പോളുകളിലേക്ക് വീണ്ടും ചെന്നെത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു 11:30-12 മണിയാവുമ്പോഴേക്കും ഒരു പരിധി വരെ നമുക്ക് പറയാം ഈ ഷിഫ്റ്റ് ആ മാറിയും മറിഞ്ഞു നിൽക്കും. പിന്നെ ഇതുവരെ നമ്മൾ ബംഗാളിനെ കുറിച്ചോ ആന്ധ്രയെക്കുറിച്ചോ ഒറീസയെക്കുറിച്ചോ തെലങ്കാനയെക്കുറിച്ചോ തമിഴ്നാടിനെ കുറിച്ചോ വ്യക്തമായൊരു ചിത്രം സ്റ്റേറ്റ് വൈസ് നമ്മുടെ മുമ്പിൽ വന്ന് തെളിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. മൊത്തത്തിലൊരു വേഗ് കൗണ്ടാണ് എല്ലാ പേരും ചാനലുകളും വരുന്നത്. അതിന്റെ ആധികാരികത ഒരു 12:30 മണി 1 മണിയോടുകൂടി വരുമ്പോ നമുക്ക് ഒരു വ്യക്തമായ ചിത്രം കിട്ടും. പലർക്കും സന്തോഷിക്കാം, പലർക്കും വികാരം പെടുകയും ചെയ്യാം. പക്ഷെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഭംഗി, മാസ്മരികത ഇത്ര മനോഹരമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിന് കാഴ്ചവെക്കുന്നു എന്നുള്ളത് അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും. നമുക്ക് ഈ അവസാനം ഈ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് വടകരയിൽ ശക്തമായ മത്സരമാണ് വടകരയിൽ നടന്നത്. ഇല്ലാത്ത തരത്തിലുള്ള സൈബർ പോരാട്ടം ആണ്. അവസാനം ശൈലജ ടീച്ചർക്ക് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വന്നു. അവിടെ ഷാഫി പറമ്പിൽ 22,173 വോട്ടിന് ഇപ്പം മുന്നിലാണ്. ഇനി അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അതോ മാറുമോ? മാറിക്കൂടായില്ല. കാരണം സെഗ്മെന്റ് വൈസായിട്ടാണ് മാറുന്നത്. 3000-4000 വോട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. 10,000 കഴിയുമ്പോൾ കുറേ നേരം സ്റ്റേബിൾ ആവുന്നു. 10,000-ൽ നിന്ന് 3000-ലോട്ട് ഈ പറഞ്ഞ കക്ഷികളെല്ലാം പല സ്ഥലത്തും താഴുകയും പൊങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 22,000 മറികടക്കുക ലേശം അസാധ്യമാണ്. ഇത് പിന്നെ ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ ഷാഫി ഒരു ദിശയിലേക്ക് തിരിഞ്ഞു എന്ന് വേണം ഈ മണിക്കൂറുകളിൽ കണക്കുകൂട്ടാൻ. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു സത്യമാണ്, ജോൺ പറഞ്ഞൊരു സത്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച ഒരു മണ്ഡലമാണ് വടകര. അതിന്റെ അന്ത്യം നമുക്ക് കാത്തിരിക്കുക, കാണുക, ആസ്വദിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ആലത്തൂർ മാത്രമാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വർത്തമാനം പറയുന്ന സമയത്ത് ആലത്തൂർ മാത്രമാണ് LDFന് മുൻതൂക്കമുള്ളത്. തുടക്കത്തിൽ അത് ഞാനൊരു LDF വിജയം എന്ന് പറയില്ല, ഒരു വ്യക്തി വിജയം എന്ന് കൂടെ പറയും. സൗമ്യതയുടെ മൊത്തത്തിൽ ഒരു പെരുമാറ്റ ചട്ടത്തിനുള്ളിൽ നിന്ന് രാഷ്ട്രീയ ജീവിതം തുടരെ നയിച്ചിട്ടുള്ള രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപരമായ വിജയം. അല്ലാതെ രമ്യ ഹരിദാസിന് അത്രയും പോരായ്മകളുണ്ടെന്നും അവകാശപ്പെടുന്നില്ല, രാധാകൃഷ്ണൻ പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ ചില വ്യക്തി പ്രഭാവങ്ങൾക്ക് ഏത് ട്രെൻഡിനെ അതിജീവിക്കാൻ പറ്റും. അമിത ആത്മവിശ്വാസം അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വായിന്ന് പ്രത്യേകിച്ച് ഒരു വികാര പ്രകടനങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും പക്വമതിയായ രാഷ്ട്രീയക്കാരനെ എങ്ങനെ ജനം കാണുന്നു എന്നുള്ളതും ജനാധിപത്യവും രാഷ്ട്രീയ പൊളിറ്റിക്കൽ സയൻസിൽ ഇടപെടുന്ന ആളുകളും ഇതിനെക്കുറിച്ച് ശരിക്കും വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു ട്രെൻഡ് മാത്രം പോരാ, ഒരു വ്യക്തിത്വത്തിന് ഇങ്ങനെ ഒരു ട്രെൻഡിനെ മറികടക്കാവുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ ചേലക്കര കാണിച്ചിട്ടുള്ളതും ഇപ്പോൾ ആലത്തൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. മറ്റു പോരായ്മകളൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസിനും. അപ്പോൾ എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും സൂചന കഴിഞ്ഞു ഫലത്തിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ UDFന് ആഹ്ലാദിക്കാൻ ഒരുപാട് വകയുണ്ടാവുന്ന തരത്തിലാണ്, അത് പ്രതീക്ഷിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ സുരേഷ് ഗോപി എവിടെ എത്തി നിൽക്കുന്നു? 23,618 അത് മറികടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം പല മണ്ഡലങ്ങളും സ്ട്രോങ് ആണ്. മുരളീധരൻ 3-ാം സ്ഥാനത്താണ് ഇവിടെ. ആരെങ്കിലും ഒരാൾ 3-ാം സ്ഥാനത്തായേ പറ്റൂ. സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ 3-ാം സ്ഥാനത്തെ ആയേ പറ്റൂ. അതിപ്പോ സുനിൽകുമാറിന്റെ കുഴപ്പമോ മുരളീധരന്റെ കുഴപ്പമോ അല്ല. ശക്തമായ ത്രികോണ മത്സരവും വ്യക്തിപ്രഭാവവും ഒരു സ്ഥലത്ത് ഒരു വർഷമായിട്ട് മെനക്കെട്ട് പണിഞ്ഞതിന്റെ
റിവാർഡും കൂടെ ആയിട്ടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കരുതുന്നത്. സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ടേൺ റൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ ലെവലില് BJP കേരള ഘടകവും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇതിലൊക്കെ കാട്ടിൽ ഇനി വരുന്ന പരിണാമങ്ങളിൽ ഉണ്ടാവുന്നത് BJP എത്ര ശതമാനം വളർച്ച കേരളത്തിൽ നേടിയിട്ടുണ്ടെന്നുള്ളത് ആഴമുള്ള മാറ്റങ്ങൾക്ക് ഒരു തുടക്കവും കൂടിയായിരിക്കും. അത് വരും മണിക്കൂറുകൾക്ക് ശേഷമോ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശേഷങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.